യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. ലോകത്തിനിമ്പത്തെ തേടുവോ ശോകത്താൽ നിറയുവേ, യേശുവിൻ സന്നിധി ചേർന്നിടുന്നോർക്കെന്നും അത്യാനന്ദമേ. യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. എൻ്റെ പേര് സജി ജോൺ എന്നാണ്. ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിന്റെ ഈ ആനുവൽ മീറ്റിംഗിൽ ഞാനൊരു അതിഥിയായി എത്തിയതാണ് ഹ്യൂസ്റ്റണിൽ. ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെ ചീഫ് എഡിറ്ററാണ്. ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന്റെ ഇംഗ്ലീഷ് എഡിഷൻ ഇന്ന് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യാനായിട്ട് ഇടയായി. എനിക്ക് ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പാടിയ പാട്ടിനെ കുറിച്ചാണ്. ഒരു കാലത്ത് ലോകത്തിൽ സമാധാനമില്ലാതെ ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളിൽ അലഞ്ഞു നടന്ന ഒരാളായിരുന്നു ഞാൻ. എന്നാൽ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി വരാനായിട്ട് ഇടവന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് പാട്ടിലൂടെ ഞാൻ പറഞ്ഞത്. പ്രസിദ്ധനായ കവി ജോർജ് പീറ്റർ എഴുതിയ പാട്ടാണ് യേശു സന്നിധാനം എന്തോ ഒരു സമാധാനം. ലോകത്തിലെ അഴലുന്ന ഹൃദയങ്ങളിൽ ആശ്വാസം നൽകുന്ന അനുഗ്രഹീതനായിട്ടുള്ള കർത്താവാണ് എൻ്റെ കർത്താവ് എന്ന് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇടയാകും. ലിറ്ററേച്ചർ മിനിസ്ട്രി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. ഈ ക്രിസ്തീയ ദർശനം വാർത്താപത്രത്തിന് 5000 കോപ്പികൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ധാരാളം ആളുകൾ വായിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പത്രമാണ്. ബ്രദറൻ വാർത്താപത്രം എന്ന നിലയിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. എങ്കിലും വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വളരെ ഘനതരമായ ലേഖനങ്ങൾ അടങ്ങുന്ന ഒരു പത്രമാണിത്. എല്ലാ മാസവും ഇത് കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. 10,000-ഓളം ആളുകൾ ഇതിന്റെ വരിക്കാരായി യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. കേരളത്തിൽ ക്രൈസ്തവ കൈരളി വളരെ ആവേശത്തോടെ ഉൾക്കൊള്ളുന്ന ഒരു പത്രം എന്നുള്ള നിലയിൽ ആ പത്രത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പും പ്രസിദ്ധീകരിക്കാനായിട്ടിടയായതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ബൈബിൾ ലിറ്ററേച്ചർ ഫോറത്തിന്റെ ഈ പ്രത്യേകമായിട്ടുള്ള മീറ്റിംഗ് കടന്നു വന്ന് ഈ അനുഗ്രഹീതമായിട്ടുള്ള കാര്യം നിർവഹിക്കാൻ ഇടവന്നതിൽ അതിന്റെ ഭാരവാഹികളോടുള്ള എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഈ ലോകം വളരെ അസമാധാനത്തിലേക്ക് നീങ്ങുകയാണ്. യാതൊരു സമാധാനവും ഇല്ലാത്ത അന്തരീക്ഷമാണ്. ലോകത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ യുവാക്കളായിട്ടുള്ള ആളുകൾ അമരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഹൃദയങ്ങളെ നിലനിർത്തുന്നതിനും മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനും സമാധാനകാംക്ഷികളായിട്ട് ജീവിക്കുന്നതിനും അവനെ ഉതകുന്ന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനം ഉൾക്കൊള്ളുന്ന മനോഹരമായിട്ടുള്ള ഈ പത്രം, ആ പത്രത്തിന് വരിക്കാരായിട്ട് ഈ അമേരിക്കയിലുള്ള പ്രവാസി മലയാളികളും തീരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും കൃതജ്ഞതയും ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വീട്ടിലെ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ആമേൻ. ഞാൻ അമേരിക്കയിൽ മെയ് 30 വന്നത്. സൗത്ത് വെസ്റ്റ് കോൺഫറൻസിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായത്. ചിക്കാഗോയിലും ഹ്യൂസ്റ്റണിലും പരിപാടികൾക്ക് ശേഷം ഞാൻ ബുധനാഴ്ച ന്യൂജേഴ്സിയിലേക്കും അവിടുന്ന് ന്യൂയോർക്കിലേക്കും അറ്റ്ലാന്റയിലേക്കും ഫിലദൽഫിയയിലേക്കും യാത്ര ചെയ്യുകയാണ്. ഓഗസ്റ്റ് മാസം ആദ്യവാരം വീണ്ടും ഡാളസിലേക്ക് തിരിച്ചു വന്ന് ഓഗസ്റ്റ് 18 ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ യാത്രകളിലെല്ലാം ധാരാളം പ്രവാസി അമേരിക്കൻ മലയാളികളെയും വിശ്വാസികളെയും കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യാത്രകളിൽ ക്ഷേമം ലഭിക്കണം, നിങ്ങളെ കാണണം. നിങ്ങളുടെ സന്തോഷം കാണുന്നത് എനിക്കും വലിയ സന്തോഷമാണ്.
നിങ്ങൾ എല്ലാവരോടുമുള്ള വലിയ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.